ഇന്നെനിക്ക് എന്നത്തേക്കാളും കുറച്ചും കൂടെ മടുപ്പ് കൂടുതലാട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇതല്ല കേട്ടോ, ഇത് ജിൻചേട്ടൻ കുറച്ച് പാഴ്സലാണ്. അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത് ജിൻചേട്ടൻ കുറച്ച് നേരത്തേ വരാമെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നും വരുന്നത് ലേറ്റായിട്ടും ആളെ കാണുന്നില്ല. അതിൻ്റെ നിരാശയിലാണ്. അപ്പോൾ ജനലിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ വഴി കാണാൻ പറ്റും. അങ്ങനെ നോക്കി നോക്കിയിരുന്ന് ആരും വന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് കട്ടനൊക്കെ കുടിച്ച് മുറ്റത്ത് പോയിരുന്ന് ഇങ്ങനെ നോക്കാമെന്ന്. അങ്ങനെ ഒരു കട്ടനൊക്കെ ഇട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ പോയിട്ട് വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്. ഈ നോക്കുന്നതിനൊരു പ്രത്യേക സുഖം കേട്ടോ. അവിടുന്ന് ഇങ്ങനെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ കഥാനായകൻ വന്നപ്പോൾ കുറച്ച് കപ്പയും ഉണക്കമീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഒരു മൈസൂർ പാക്ക് പോലത്തെ ഒരു സാധനമാണ്. അതിങ്ങനെ ചുരുട്ടി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ജിൻചേട്ടൻ വന്നതല്ലേ നേരത്തെ കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ വന്നല്ലോ, എന്നാൽ പിന്നെ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഷാമ്പും കണ്ടീഷനൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ആറ്റിലേക്ക് ഇട്ടു കേട്ടോ. ഇപ്പം കാണുന്ന ആറല്ല, കുറച്ച് കഴിയുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്നാൽ തലയൊക്കെ കഴുകാൻ ഭയങ്കര എളുപ്പമാണ്. ഷാമ്പു ഒക്കെ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ ബാത്റൂമിൽ വെച്ച് കഴുകുന്നതിനേക്കാളും എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല ഷാമ്പും കണ്ടീഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത്. കണ്ടില്ലേ, ഇതാണ് ഇവിടെ സംഭവിച്ചത്. എൻ്റെ അമ്മ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി നേരെ വീട്ടിലേക്ക് ഇട്ടു കേട്ടോ.